പുട്ടുപൊടി ഇല്ലെങ്കിലും അല്ല പൊടി വറുക്കാതെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ചമ്പാവരി പുട്ടും പ്രഷർ കുക്കറിൽ വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന കടലക്കറിയും എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇന്ന് വെള്ള കടല കൊണ്ടാണ് കറി തയ്യാറാക്കി കാണിച്ചിരിക്കുന്നത്. ഇതേ മെത്തേഡിൽ തന്നെ വെള്ള കടലയ്ക്ക് പകരം കറുത്ത കടലയും എടുക്കാം. ഈ പുട്ട് തയ്യാറാക്കാനായിട്ട് അരി കുതിർത്ത് ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി. അല്ലാതെ പൊടി തയ്യാറാക്കി അത് വറുത്തെടുക്കേണ്ട കാര്യമില്ല. ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാവുന്ന ഈ പുട്ട് 3-4 മണിക്കൂർ കഴിയുമ്പോഴും നല്ല മയപ്പെട്ട് ഒട്ടും കട്ടിയാവാതെ തന്നെ ഇരിക്കുകയും ചെയ്യും. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം കറി തയ്യാറാക്കാനായിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, സവോളയാണ് എടുത്തിരിക്കുന്നത്. കുക്കറിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിൽ ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഒന്ന് മൂപ്പിക്കുക. ഒന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കുക. അതിലേക്ക് ഒരു കൊഴുപ്പിന് ഒരു 15 മുതൽ അല്ല 10 അണ്ടിപ്പരിപ്പ് ചേർത്താലും മതി. നല്ല ഗ്രേവി, നല്ല കൊഴുത്ത് നമുക്ക് കിട്ടാനായിട്ടാണ്. അതിലേക്ക് സവോളയും കൂടെ ചേർത്ത് വളരെ പൊടിയായിട്ട് അരിയേണ്ട കാര്യമില്ല. നമ്മൾ ഏതായാലും വഴറ്റിയിട്ട് ഇത് അരക്കേണ്ടതാണ്. സവോളയൊന്ന് വാടി കിട്ടുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. അപ്പം കളറ് നന്നായിട്ട് മാറി നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് തക്കാളി ഒന്ന് വാടി കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്കൊരു 1/2 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഈ കൂട്ട് മാറ്റി വെച്ചിട്ട് അരയ്ക്കാനായിട്ട് ശകലം വെള്ളം ഏതായാലും നമ്മൾ ചേർക്കണം. അപ്പോൾ ആ കുക്കർ തന്നെ ഒന്ന് കഴുകി എടുക്കുകയാണെങ്കിൽ അതേ വെള്ളം വെച്ച് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പം 2 കപ്പോളം കടല 8 മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകി മാറ്റി വയ്ക്കുക. ഇനി കുക്കറിലൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി കടുകും ചുമന്ന മുളകും ഇട്ട് താളിച്ച് തേങ്ങാക്കൊത്തുകളും കൂടെ മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ നിറം മാറി ഒരു ചെറിയ ബ്രൗൺ കളറാകുമ്പോൾ കരിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് പൊടികൾ നമുക്ക് ചേർക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഈ പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ മൂപ്പിച്ചെടുക്കുമ്പം അതിലേക്കൊരു 1/2 കപ്പോളം വെള്ളവും കൂടെ ചേർത്ത് മൂപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അത് കരിയാതിരിക്കും, നല്ലോണം മൂത്ത് കിട്ടുകയും ചെയ്യും. വെള്ളം ചേർത്ത ഉടനെ ഒരു 1 മിനിറ്റിനകം തന്നെ നമുക്ക് അതിലേക്ക് മുകളിലെ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരും. എണ്ണ ഇതുപോലെ തെളിഞ്ഞ് വരുമ്പം വഴറ്റി മാറ്റി വെച്ചിരുന്ന ആ തക്കാളിയുടെ കൂട്ട് അതേ വെള്ളം ഒഴിച്ച് അരച്ചെടുത്തതാണ്, അതും കൂടെ ചേർത്ത് ഇനിയും ഇത് വഴറ്റേണ്ട കാര്യമില്ല. കുക്കറിൻ്റെ അകത്ത് തയ്യാറാക്കുന്നതും കൊണ്ട് എല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ചത് വെന്ത് കിട്ടിക്കോളും. ഇതിലേക്ക് നന്നായിട്ട് കഴുകി വെള്ളം വാർത്തെടുത്ത് കുതിർത്ത കടലയും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർക്കുക. ഇപ്പം കടല ചേർത്തതിന് ശേഷം നമ്മൾ വെള്ളം ചേർക്കുമ്പം കടലയുടെ മുകളിൽ ഒരു 1-2 ഇഞ്ച് മുകളിൽ വെള്ളം വരുന്ന രീതിയിൽ വെള്ളം ചേർക്കുക. ഇപ്പം ഏകദേശം 2 ഇഞ്ച് മുകളിലാണ് വെള്ളം ചേർത്തിരിക്കുന്നത്. അതിലേക്ക് സ്വാദിനാവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് പ്രഷർ കുക്കർ അടപ്പ് വെച്ച് അടച്ച് നമുക്ക് 5 തൊട്ട് 6 വിസിൽ വരെ വേവിച്ചെടുക്കാം. 6 വിസിലോളം ആകുമ്പം കടല നന്നായിട്ട് വെന്ത് കാണും. ഇപ്പം അങ്ങനെ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തുറന്ന് നോക്കുമ്പം വെന്തിട്ടില്ലെങ്കിൽ 1-2 വിസിലും കൂടെ വെക്കുക. ഇപ്പം ഏകദേശം മുകളിൽ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ചാറോട് കൂടെ ഈ കൺസിസ്റ്റൻസി മതി എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ എടുക്കുക.
അല്ല ഒന്നും കൂടെ കുറുക്കി വേണം എന്നുള്ളവർക്ക് ഒരു തവി കൊണ്ട് കുറച്ച് കടലകൾ ഉടച്ചെടുത്ത് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല കുറുകിയ ചാറോടുകൂടി കറി കിട്ടും. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇനി പുട്ട് തയ്യാറാക്കാനായിട്ട് മട്ടയരിയാണ് എടുത്തിരിക്കുന്നത്. 4 മണിക്കൂർ നന്നായിട്ട് ഉമിഴ്ത്തി വെച്ച് ഇതുപോലെ കഴുകി ഒരു അരിപ്പയിൽ വെള്ളം തോരാനായിട്ട് വയ്ക്കുക. അത് മാറ്റി വെക്കേണ്ട കാര്യമില്ല. നമ്മൾ അരിപ്പയിൽ മാറ്റി വെച്ചതിന് ഉടനെ തന്നെ നമുക്ക് പൊടിച്ചെടുക്കുകയും ചെയ്യാം. അതിൽ വെള്ളമയം നന്നായിട്ട് ഇരുന്നെങ്കിലും പൊടിഞ്ഞിതുപോലെ നന്നായിട്ട് കിട്ടും. എത്രത്തോളം നന്നായിട്ട് പൊടിക്കാൻ പറ്റുമോ അതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തതിന് ശേഷം അതിൽ ശകലം കൂടെ വെള്ളം തെളിച്ചെടുക്കണം. സ്വാദിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പുട്ടുപൊടി എങ്ങനെയാണോ തയ്യാറാക്കുന്നത് ആ രീതിയിൽ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ പിടിച്ചാൽ പിടിക്കണം, ഉതുത്താൽ ഉതുക്കണം. ആ രീതിയിൽ കിട്ടാനായിട്ട് ശകലം കൂടെ എത്രയാണോ അതിൽ വെള്ളം വേണ്ടത് ശകലമായിട്ട് ഇതുപോലെ തെളിച്ചെടുക്കുമ്പോൾ തന്നെ 2-3 ടേബിൾ സ്പൂണിൻ്റെ വെള്ളമേ ആവശ്യം വേണ്ടി വരത്തുള്ളൂ. ഇപ്പം പിടിക്കുമ്പം നന്നായിട്ട് പിടി കൂടുന്നുണ്ട്. ഈ പരുവത്തിൽ നമുക്ക് മാവ് തയ്യാറാക്കിയെടുക്കാം. ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ നമുക്ക് പൊടിച്ചതിന് ശേഷം വറുക്കേണ്ട ആവശ്യമില്ല. അതേ പൊടി വെച്ച് നമുക്ക് എളുപ്പം പുട്ട് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. തേങ്ങയും പുട്ടുപൊടിയും പുട്ടുകുറ്റിയിൽ മാറി മാറി നിറച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് തേങ്ങയുടെ ഓരോരോ ലെയറും കൂടെ അവരവർക്ക് ഇപ്പം ഒരു പുട്ടുകുറ്റിയിൽ 3-4 ലെയറായിട്ട് തേങ്ങ ഇടാം. പക്ഷേ തേങ്ങ ഇടുമ്പം ഏറ്റവും താഴെയും തേങ്ങ വരുന്ന രീതിയിൽ നിറയ്ക്കുക. ഏറ്റവും മുകളിലും തേങ്ങയായിരിക്കണം നമ്മൾ നിറച്ച് വരുമ്പം വെക്കേണ്ടത്. ഏറ്റവും താഴെ തേങ്ങ ചേർത്തിട്ടില്ലെങ്കിൽ മാവ് ആ ചില്ലിൽ ഒട്ടിപ്പിടിക്കും. അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഏറ്റവും താഴെ തേങ്ങ ചേർക്കുന്നത്. നന്നായിട്ട് ഒരു 15-20 മിനിറ്റ് വേവിച്ചെടുക്കുകയാണെങ്കിൽ പുട്ട് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ കൂടെ നമ്മൾ തയ്യാറാക്കിയ കടലക്കറിയും കൂടെ ചേർത്ത് സെർവ് ചെയ്യാം. ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാൻ നമുക്ക് വിളമ്പാവുന്ന ഈ പുട്ട് ഈ രീതിയിൽ മട്ടയരി കൊണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇപ്പം വെള്ളക്കടല ഇഷ്ടമല്ലാത്തവർക്ക് അതേ സ്ഥാനത്ത് വെള്ളക്കടലയ്ക്ക് പകരം കറുത്ത കടലയും നമുക്ക് കുക്കറിൽ ചേർത്ത് ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം. എല്ലാവരും ഈ രീതിയിൽ മട്ടയരി പുട്ടും കുക്കറിൽ കടലക്കറിയും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.